അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ സാറിന് ഇപ്പൊ പ്രാണവായു സിനിമ എന്ന് പറഞ്ഞു, അപ്പൊ സാർ രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്തു. എന്ത് പ്ലസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് സാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? സമൂഹ സേവനമാണല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന മെയിൻ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സാറിന്റെ ഉള്ളില് എന്ത് പ്ലസ് നമുക്ക് സമൂഹത്തിന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് സാർ? ഒരു കലാകാരൻ പരിചയപ്പെടുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം. ഒരു കലാകാരന് രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ 7 വർഷം വേണ്ടി വന്നു. ആ 7 വർഷം കൊണ്ടൊരു 10 സിനിമ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ ആ 7 വർഷം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് വർഷങ്ങളില്ല എന്നുള്ളത് സ്വയം അറിയണമല്ലോ. അല്ല അല്ല അത് സത്യമായിട്ടേ പറയണ്ടേ നമ്മൾ ഇനി അങ്ങോട്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ അതും മേനോൻ സാറ് എന്നെ കണ്ട ഒരു ദിവസം പറഞ്ഞത്, ഞങ്ങൾ ഇച്ചിരി കൂട്ടാണ് മേനോൻ സാറുമായിട്ട്. അതുകൊണ്ട് ഈ മേനോൻ സാറിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. രാജസേനൻ നിങ്ങളെ കണ്ടാൽ ചെറുപ്പമാണ്, നിങ്ങളെ കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പ്രായമുണ്ട്. ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കറക്റ്റാണ് സാർ, ഉള്ളിൽ പ്രായമുണ്ട്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിത രീതി കൊണ്ടോ അത്യാവശ്യം വൃത്തിയായിട്ട് ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില രൂപത്തിലൊക്കെ ചില ഇത് കിട്ടാം. ഇച്ചിരി കുറച്ച് നാളൊക്കെ ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷെ പ്രായം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ 7 വർഷം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞത്. കാരണം അങ്ങോട്ട് ഇനി 7 വർഷവും പിന്നൊരു 7 വർഷവും പിന്നൊരു 7 വർഷം ഒന്നും പിടിക്കാനുള്ള സമയമില്ല. അങ്ങനെ പറയരുത് സാർ, അങ്ങനെയൊന്നും പറയരുത്. ഫീൽ ചെയ്തായിരുന്നു സാർ, അങ്ങനെ പറയരുത്. ആയുസ്സും ആരോഗ്യം ഈശ്വരന് ഒരുപാട് തരട്ടെ സാർ. അതാണ് സാറിന് അങ്ങനെ രാഷ്ട്രീയത്തേക്ക് വന്നിട്ടേ സാറിന് ഫസ്റ്റ് ചെയ്ത ഒരു പ്രവൃത്തി എന്താ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തതിന്റെ അന്ന് തന്നെ എനിക്ക് സീറ്റ് ഓഫറാണ് വന്നത്, അരുവിക്കര മത്സരിക്കാൻ. അന്ന് ഞാൻ ഈ വിമോചന യാത്ര എന്നുള്ള പരിപാടി കുമ്മനത്തിൻ്റെ തീരുന്ന ദിവസമായിരുന്നു പാർട്ടിയിൽ വരുന്നത്. അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ച് പാർട്ടിയിൽ നിന്ന് അറിയിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരും എന്ന്. അന്നൊക്കെ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. പക്ഷെ എൻ്റെ കൈ കിടന്ന കാശ് പോകുന്ന പരിപാടിയാണ് ഇതെന്നുള്ളത് അന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അത് പാർട്ടിയല്ലേ ചെയ്യുന്നത് സാർ? പാർട്ടി ചെയ്താലൊന്നും എത്തത്തില്ല. പാർട്ടി രാഷ്ട്രീയക്കാര്, യഥാർത്ഥ രാഷ്ട്രീയക്കാരും കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇലക്ഷൻ ചെയ്യത്തില്ല. പക്ഷെ കലാകാരനായിട്ട് വന്ന് ഇലക്ഷൻ നിൽക്കുന്നവർക്ക് പണിയാണ്. അതെന്താന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് തന്നെ ഇവര് പറഞ്ഞു ചെയ്യിപ്പിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി. അപ്പുറത്തൊക്കെ ഒരുപാട് പോസ്റ്റേഴ്സും ബോർഡും ഒക്കെ അങ്ങ് നിരന്നിരിക്കും. അല്ല ഇതിപ്പോ വേണ്ട, ഇതിപ്പോ പുള്ളിയുടെ ഫേസ് കണ്ടാൽ എല്ലാവർക്കും അറിയാലോ എന്നും കൂടെ പറയും. ഇത് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, അതെന്താ ബോർഡ്? അപ്പൊ ഒരു 1000 ബോർഡ് വെച്ചിരുന്നെങ്കിൽ 1000 ബോർഡ് 1000 ബോർഡിന്റെ കാര്യം പറയും. പിന്നെ ഒരു 2 ലക്ഷം നോട്ടീസ് അല്ലെങ്കിൽ 2 ലക്ഷം പോസ്റ്റർ. അപ്പൊ സാറിന്റെ ധാരണ ഇതല്ലായിരുന്നു അല്ല, അതിൽ പോയി കാശുണ്ടാക്കാന്നുള്ള ധാരണ എന്തായാലും ഇല്ല. കയ്യിൽ നിന്ന് കാശ് പോവില്ല ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ നമുക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പോലും സാമൂഹ്യ സേവനം എന്നുള്ളതൊക്കെ താല്പര്യം തന്നെയാണ്. പബ്ലിസിറ്റി അത് രാഷ്ട്രീയം ഒരു ഇതല്ലേ സാർ, വേ ഓഫ് പാത്ത് അല്ല. അല്ലാതെ നമുക്ക് ചെയ്യാം, പേഴ്സണലായിട്ട് എന്തെല്ലാം ചെയ്യാം. ഒരു ഇതാണല്ലോ ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന സേവനത്തിന് നമുക്ക് ക്യാമറയും ചാനലും ആവശ്യമില്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ? നമ്മളെ കൂടെ പുറകെ ആളുകൾ വന്നിട്ട് കുറെ ക്യാമറയൊക്കെ വന്നിട്ട് അവിടെ പൈസ കൊടുക്കുന്നു, ഇവിടെ അത് ചെയ്യുന്നു, അവിടെ ദാനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ചെറിയ രീതിയിൽ. കാരണം വലിയ രീതിയിൽ ചെയ്യാൻ ഇപ്പൊ പറ്റത്തില്ല. കാരണം 7 വർഷത്തെ ഗ്യാപ്പേ ഒരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. അവിടെയൊക്കെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കയറി വരും. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ പോലും പോക്കറ്റ് കാശ് വേണമല്ലോ. അതുകൊണ്ട് സാർ അതിൽ നിന്ന് ഇച്ചിരി ഒന്ന് പിന്മാറി. കുറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ സാർ, ഇനി ഒരു കാര്യം പിന്മാറിയത് മാത്രമല്ല, രാഷ്ട്രീയ മാറ്റവും കൂടെ ഉണ്ട്. അത് അറിഞ്ഞില്ലെന്ന് തോന്നല്ലേ? സാർ മാറുകയും ചെയ്തു, അത് ചോദിക്കാൻ അത് വേണ്ട. അല്ല ശരിക്കും സാർ, അത് സാർ ഫസ്റ്റ് ഒരെണ്ണത്തിൽ വന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് മാറി. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു മാറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു മാനസിക പ്രശ്നം ഉണ്ടായി അവിടെ. സാറിന് ഈ പറഞ്ഞ പോലെ സാറിന് ആദ്യകാലത്തിൽ വേദനിപ്പിച്ചതുപോലെ ഇവിടെ ആരെങ്കിലും വേദനിപ്പിച്ചു? നമ്മള് കുറച്ച് ഇമോഷണൽ ആവുക, സെൻസിറ്റീവ് ആവുക എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ ഒരു ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന് അത്തരം ഫീലിങ്സ് ഒന്നും വരത്തില്ല. കാരണം അവർക്കത് വരാൻ പാടില്ല. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടവരാണ്. പക്ഷെ ഒരു കലാകാരൻ, ചിന്തിക്കുന്നവൻ, എഴുതുന്നവൻ എന്നൊക്കെ പറയുന്നവന് ഇതെല്ലാം നമ്മുടെ തലയിൽ കയറും, ഓട്ടോമാറ്റിക്കലി വന്നു, ഇതെല്ലാം കയറും. ഇപ്പൊ ഈ ഇരിക്കുന്ന ആനി തന്നെ സംസാരിച്ചോണ്ടിരിക്കവേ പെട്ടെന്നൊന്ന് ചൂടായെന്ന് വെച്ചോളൂ. എനിക്കൊരു മാസത്തേക്ക് അതെന്റെ മനസ്സിൽ നിന്ന് മായത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ തീർന്നു, ഞാൻ അവിടെ ഉരുകി.
ഞാൻ ചിലപ്പോൾ ആനി ഒച്ച വയ്ക്കുന്നതിനേക്കാൾ ഉറച്ച് വേണമെങ്കിൽ ഒച്ച വയ്ക്കാം, ഇത്തിരി തൊണ്ടയൊക്കെ ഉള്ള ആളാണല്ലോ, അതുകൊണ്ട് ഒച്ച വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ ആനിയുടെ ഫേസും ആ ശബ്ദവും ആ വാക്കുകളും നമ്മുടെ എൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിൽ നിന്ന് മാറാൻ കുറേ സമയമെടുക്കും. അവിടെയാണ് നമ്മൾ കലാകാരൻ താന്നു പരാജയപ്പെടുന്നത്. അവിടെയാണ്. Annie's Kitchen. Let's cook with love.